എൻ്റെ പേര് അരുൺദേവ് എന്നാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രസിഡൻ്റാണ്. നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടില്ല. കൃഷി ഓഫീസിലൊക്കെ ശരിക്ക് പദ്ധതികളുണ്ട്. പശു ഒന്നിന് 35,000 രൂപ നമുക്കത് വാങ്ങുന്നതിന് തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ഗ്രാൻറ്റുകൾ കിട്ടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് കർഷകന് അവകാശപ്പെട്ടതാണ്. കറവയന്ത്രം അതിന് 25,000 രൂപ. നമ്മൾ അങ്ങോട്ട് പോകണം, ആവശ്യക്കാർ നമ്മളാണ്. നമസ്കാരം, എൻ്റെ പേര് അരുൺദേവ് എന്നാണ്. ഞാൻ തലയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ നന്ദിനി ഡയറി ഫാം എന്ന് പറയുന്ന ഒരു ഡയറി ഫാം നടത്തി വരികയാണ്. ഞാനൊരു സമ്മിശ്ര കർഷകനാണ്. 1996 ഞാൻ സർവീസിൽ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിലെ സർവീസിലായിരുന്നു. അവിടെ നിന്നും വാളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് ഈ മേഖലയ്ക്ക് ഞാൻ വന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമേ ഉള്ളൂ. അത് കോട്ടങ്ങളില്ല, നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇപ്പോൾ 10-60ഓളം പശുക്കളുണ്ട്. അത് പോയിട്ട് ആട് വളർത്തൽ കേന്ദ്രമുണ്ട്, കോഴി വളർത്തലുണ്ട്, വിവിധ ഇനം താറാവ് ഇനം, അങ്ങനെയുള്ള കുതിര ഉൾപ്പെടെയുള്ള എല്ലാ സംരംഭങ്ങളും. ഒരു സമ്മിശ്ര കർഷകൻ കൂടിയാണ് ഞാൻ. കാരണം വാഴക്കൃഷിയുണ്ട്, പച്ചക്കറി കൃഷി, ഇങ്ങനെയുള്ള പല മേഖലകളിലും ഞാൻ ഈ മേഖലയെ കൊണ്ട് സന്തുഷ്ടവനായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ളത്, ഇന്ന് പ്രവാസികൾ നമ്മൾ കൊറോണ കാരണം അന്യരാജ്യത്ത് നമ്മൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ മേഖല കണ്ടെത്തണം. ഈ മേഖല കാർഷിക മേഖലയും അത് പോയിട്ട് പ്രത്യേകിച്ച് ജൈവകൃഷി ഇതിലും, അതുകൂടാതെ നമ്മൾ പശു വളർത്തൽ, ഡയറി ഫാമുകൾ, ഇത് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ കേരളം ഒരു സ്വയം പര്യാപ്തതയിലെത്താൻ സാധിക്കുള്ളൂ. അതിന് വിവിധ തരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബാർഡ് നല്ല രീതിയിൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാർഷിക വായ്പ എന്ന് പറയുന്നത് 13%. 14% നമുക്ക് കാർഷിക വായ്പ. ഇപ്പം പശു വളർത്തൽ വ്യവസായ അടിസ്ഥാനത്തിലാണ് മുകൾത്തട്ടിലുള്ളവർ കണ്ടിരുന്നത്. അതിതാ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4% പലിശയ്ക്ക് ഭൂമിയുള്ളവർക്ക് 3 കരം തീർത്ത രസീത് കൊടുത്താൽ തന്നെ 4% പലിശയ്ക്ക് 3 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ പല ബാങ്കുകളും അത് നിരുത്സാഹപ്പെടുത്തുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ അത് കർഷകന് അവകാശപ്പെട്ടതാണ്. അത് അവകാശപ്പെട്ട് അവർക്ക് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും അവർക്ക് മറ്റ് ബാങ്കുകളിൽ പെൻഡിങ് ഇല്ലെങ്കിൽ അവർ തരാൻ ബാധ്യസ്ഥരാണ്. അവർ തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മേഖലകൾ ആരും കടന്നു വരാതെ എല്ലാവരും IT മേഖലയിലേക്കാണ് പോകുന്നത്. IT മേഖല എന്ന് വെച്ചാൽ ഇന്ന് ആരോ പറഞ്ഞ 35-40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുമ്പോൾ IT മേഖല അവർക്ക് വേണ്ടാതാകുന്നു, പറഞ്ഞു വിടും. അവർക്ക് ഒരു ഗത്യന്തരവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് യുവതലമുറ പോയി എത്തുന്നു. അവർക്കൊരു ഗുണപാഠമായിട്ട് ഈ മേഖലയിൽ, കാർഷിക മേഖല, മനുഷ്യനുള്ളിടത്തോളം കാലം കൃഷിയും ഉണ്ടാകണം, അതുപോലെ ഡയറി ഫാമും ഉണ്ടാകും. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വന്ന് ഓരോ മനുഷ്യനും ഈ സംരംഭത്തെ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ കേരളം ഒരു സ്വയം പര്യാപ്തതയിൽ എത്താൻ സാധിക്കും. ഇന്ന് നമ്മുടെ പാലുൽപാദനം കൂടുതലും അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന പാലും പാൽപ്പൊടിയുമാണ് നമ്മളിവിടെ കലക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, നല്ല സ്ഥാപനങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. മിൽമയെ പോലെയുള്ള കാരണം 3 മേഖലയായിട്ട് തിരിച്ച് ട്രിവാൻഡ്രം, എറണാകുളം, മലബാർ മേഖല, അങ്ങനെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ നമ്മൾ തിരുവനന്തപുരം മേഖല ഇപ്പോഴത്തെ കൊറോണ കാരണം പാലുൽപാദനം അവർക്ക് ഉൽപ്പാദനത്തിന് യാതൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല, കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ കർഷകർ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നതായി കണ്ടു തുടങ്ങി. ഈ അടുത്ത കാലത്ത് അന്യ സംസ്ഥാനത്തു നിന്നും അറവ് മാടുകൾ കേരളത്തിൽ വരാത്ത കാരണം നമ്മളെ നാട്ടിലുള്ള പശുക്കൾക്ക് അമിതമായ വില കിട്ടിയത് കാരണം കുറേ കർഷകർ ഇതിൽ നിന്നും വിറ്റ് പോയി. അത് ശരിയായൊരു നടപടിയല്ല. കാരണം അന്യ സംസ്ഥാനത്തിൻ്റെ മാംസം നമ്മളെ നാട്ടിൽ മാംസത്തിനുള്ള പശുക്കൾ വരാത്ത കാരണം സ്വന്തം വീട്ടിലുള്ള പശുവിനെ ഇറച്ചിക്ക് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മളെ കേരള സമൂഹം കണ്ടുവരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ കേരള കർഷകരും കേരള ഗവൺമെൻറ്റും അതിലൊരു താങ്ങായിട്ട് നിന്നാൽ പ്രത്യേകിച്ച് ഈ മേഖല നമുക്ക് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ അന്യ രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നമ്മളെ നാട്ടിൽ അവരെ അധ്വാനം ഉണ്ടെങ്കിൽ ഈ നാട്ടിനെ നമുക്ക് ഏറ്റവും ഹരിതഭൂമിയാക്കി മാറ്റാൻ സാധിക്കും. അവരെല്ലാം ഇന്ന് രാജ്യത്തേക്ക് പോകുന്നു. അവരിത് കൊറോണ കാരണം എല്ലാം നഷ്ടപ്പെട്ട് വെറും കയ്യോടുകൂടി തിരിച്ചു വരും.
അവർ ഈ മേഖലയിലേക്ക് ഡയറി മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ആനുകൂല്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ MSDP പദ്ധതിയുണ്ട്. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ നബാർഡ് മുഖാന്തരം നമുക്ക് ബാക്ക് ആൻഡ് സബ്സിഡി ആയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് 25,000 രൂപയുണ്ട്. അത് നമ്മൾ നബാർഡിൽ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധമായ സഹായങ്ങളും നബാർഡിൽ നിന്ന് കിട്ടും. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു പദ്ധതി അവർ കൊണ്ടുവരുന്നു, കാമധേനു ആയോഗ് പദ്ധതി. ഈ കാമധേനു ആയോഗ് പദ്ധതി എന്ന് പറയുന്നത് നാടൻ പശു പരിപാലനമാണ്. നാടൻ പശുവിനെ അവർ ഉദ്ദേശിക്കുന്നത് ഗിർ സഹിവാൾ എന്ന ഇനത്തിൽപ്പെട്ട മുന്തിയ കൂടുതൽ പാലുൽപാദനമുള്ളതും അസുഖങ്ങൾ വരാത്തതും ഇനമായ പശുക്കളാണ്. ഈ പശുക്കളെ നമ്മൾ വളർത്തി അതിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള പാലുൽപാദനവും അതുകൂടാതെ അതിൻ്റെ ചാണകം കൊണ്ട് ചാണകവറളി, ചാണകക്കൊള്ളി, വിറവ് കമ്പ് പോലെയുള്ള ചാണകക്കൊള്ളി, അത് പോയിട്ട് ചെടിച്ചട്ടി നിർമ്മാണം, ഭസ്മം, ചാമ്പ്രാണിത്തിരി, പിനോയിൽ, ലോഷൻ, ഇതിലൊന്നും നമുക്ക് കളയാനില്ല. അത് നമുക്ക് അങ്ങനെ ആ രീതിയിൽ ഈ സംരംഭം കേന്ദ്ര സർക്കാർ നേരിട്ട് കർഷകരിലേക്ക് ബാങ്ക് നബാർഡ് മുഖാന്തരം നടത്തുന്നു. അതിനവരെല്ലാവരും സഹകരിച്ച് ഈ പ്രവാസികൾ മുന്നോട്ട് വരണം. കുറച്ച് ഈ തൊഴിലില്ലാത്ത കുറേ ചെറുപ്പക്കാർക്ക് ഈ മേഖലയിൽ കൂടെ തൊഴിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ യൂണിറ്റ് ഉണ്ടാക്കി അവർ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവർ മുന്നോട്ട് വരികയാണെങ്കിൽ കുറച്ച് പേർക്ക് തൊഴിലുമാകും. ഈ സംരംഭം ഈ പാലിൻ്റെ ദൗർലഭ്യം നമുക്ക് മാറ്റാൻ സാധിക്കും. അത് പോയിട്ട് ഗുണനിലവാരമുള്ള ഏറ്റവും മിൽക്ക് വനിതകൾക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ വനിതകൾക്ക് സൊസൈറ്റികൾ തുടങ്ങി ഏറ്റവും മിൽക്കിൻ്റെ പ്രോഡക്റ്റുകൾ വിൽക്കാം. അങ്ങനെ നല്ല നല്ല ഒരു സംരംഭങ്ങൾ കേരളം, അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതികളുണ്ട്. പദ്ധതി എന്ന് സുഭിക്ഷ കേരളം, അത് നല്ലൊരു പദ്ധതിയാണ്. ആ സുഭിക്ഷ കേരളം പദ്ധതി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യമായിട്ട് കാണേണ്ടത് ഡയറി ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ബ്ലോക്കിലും ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളുണ്ട്. DEO, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസ്. ഇവരെ നേരിൽ കണ്ടതിന് ശേഷം അവർ പറയും ഇന്ന പദ്ധതികൾ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ട്, അതിന് നമ്മൾ അപേക്ഷ കൊടുക്കുക. ആദ്യം പുൽക്കൃഷിക്ക്, ഇപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുന്ന പുൽക്കൃഷിക്കുള്ള അപേക്ഷകൾ വാങ്ങിക്കൊണ്ടിരിക്കുക. പുൽക്കൃഷി നമ്മൾ 1 സെൻറ്റിന് 11 രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് 39 രൂപ റിട്ടേൺ തരും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ നമുക്ക് 50 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് 1 ഏക്കർ കൃഷി ചെയ്യുകയാണെങ്കിൽ 5000 രൂപ നമുക്കതിൽ സബ്സിഡി കിട്ടും. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചാൽ കറവയന്ത്രം. അതിന് 25,000 രൂപ സബ്സിഡിയുണ്ട് കറവയന്ത്രം സബ്സിഡി കിട്ടുന്നുണ്ട്. അത് പോയിട്ട് തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ഗ്രാൻറ്റുകൾ കിട്ടുന്നുണ്ട്. ആ രീതിയിലുണ്ട്. പിന്നെ പശു വാങ്ങുന്നതിന്, ഒരു പശു ഒന്നതിന് 35,000 രൂപ നമുക്കത് വാങ്ങുന്നതിന് സബ്സിഡിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ഇനം പദ്ധതികൾ എല്ലാം ഒരുമിച്ച് ഒരാളിന് ഒരു സമയം കിട്ടണമെന്നില്ല. അപ്പം പദ്ധതികളുടെ വിഹിതമനുസരിച്ച് നമ്മൾ അവിടെ പോയി അവരെ സമീപിക്കണം. നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടില്ല. കൃഷി ഓഫീസിലൊക്കെ ശരിക്ക് പദ്ധതികളുണ്ട്. അപ്പോൾ ഈ കൃഷിക്കാർ അവിടുത്തെ രജിസ്റ്ററിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരു കർഷകനത കടന്നു വരികയാണ്, അവന് ഈ മേഖലയിലേക്ക് നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം. ആവശ്യക്കാർ നമ്മളാണ്. പക്ഷേ ഇന്ന് പല ആൾക്കാരും ഡയറി ഓഫീസ് പോലും അവർക്ക് അറിയില്ല. അതുപോലെ മൃഗാശുപത്രി അറിയില്ല. അവർക്ക് അങ്ങനെ ഇരുന്നാൽ പോരാ. നമുക്ക് പദ്ധതികൾ, ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നമുക്കുണ്ട്. ആ പദ്ധതികളെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകണം. അവരിങ്ങോട്ടല്ല വരേണ്ടത്. നമ്മൾ അങ്ങോട്ട് പോയി സഹകരിച്ചാൽ അവരിങ്ങോട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയം ഈ രാജ്യത്തിന് വേണ്ടി, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി യുവതലമുറക്കാർ കടന്നു വരും. അതുപോലെ പ്രവാസികളും കടന്നു വരണം. നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഈ കൊറോണയെല്ലാം എന്ത് മഹാമാരിയെയും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.